കാട്ടാക്കടയിൽ 2.5 വയസ്സുകാരിയുടെ മരണം ചികിത്സാ പിഴവ് മൂലമാണെന്ന ആരോപണവുമായി പിതാവ്. പുനലാൽ ചക്കിപ്പാറ സിദ്ദിഖ് ഫസീല ദമ്പതികളുടെ മകൾ ആയിഷ ഫാത്തിമയാണ് മരിച്ചത്. ഇഞ്ചക്ഷൻ നൽകിയതിനെ തുടർന്ന് കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി മോശമായെന്നും പിന്നാലെ മരിച്ചെന്നുമാണ് ആരോപണം. കാട്ടാക്കടയിലെ മെൽ ആശുപത്രിക്കെതിരെയാണ് ആരോപണമുയർന്നത്. ആവി കൊടുത്തോണ്ടെന്ന് മാറ്റിയതിനു ശേഷം എന്റെ മോളെ കയ്യിൽ 2 ഇഞ്ചക്ഷൻ എടുത്തു. ആദ്യം ഒരെണ്ണം എടുത്ത്, രണ്ടാമത് ഒരെണ്ണം എടുത്ത്, ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ തന്നെ എന്റെ മോളെ ചെറിയ കോണിപ്പോയി. പിന്നെ ശ്വാസം ഇങ്ങനെ എടുക്കാൻ 2-3 പ്രാവശ്യം മരിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് മറിഞ്ഞ് വീഴുകയായിരുന്നു ചെയ്തത്. അപ്പോഴും ഡോക്ടർമാരൊന്ന് CPR ഒക്കെ എടുത്തതിന് ശേഷം ഒരു 30-40 മിനിറ്റോളം അവര് അതിനകത്തിട്ട് പ്രസ് ചെയ്തുകൊണ്ടിരുന്ന് അതിനുശേഷം ഈ 2 ഡോക്ടർമാരും ഒരു നേഴ്സും കൂടെ ആംബുലൻസിനകത്ത് കയറി എന്റെ കുഞ്ഞിനെ എവിടെയോ കൊണ്ടുപോകാൻ വേണ്ടി പോയി. അപ്പൊ ഞാൻ പറഞ്ഞു എവിടെ കൊണ്ടുപോകണമെന്ന് ചോദിച്ചപ്പോ നെയ്യാർ മെഡിസിറ്റിയിലാണ് കൊണ്ടുപോകണം. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ഉമ്മായി കൂടെ കൊണ്ടുപോകണം. അവർ ആദ്യം ഇറക്കി വിട്ട് രണ്ടാമത് ഞാൻ പറഞ്ഞു കൊണ്ടുപോയേ പറ്റുള്ളൂ. അങ്ങനെ ഉമ്മായും കൂടെ കൊണ്ടുപോയി. അങ്ങനെ നെയ്യാർ മെഡിസിറ്റി കൊണ്ടുപോയി. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഇത് ഓൾറെഡി മരിച്ചാണ് കൊണ്ടുവന്നത്, എങ്കിലും നമ്മൾ മാക്സിമം നോക്കാം, നമുക്കൊരു 10 മരുന്ന് വരുന്നുണ്ട്, പേരെനിക്കറിയത്തില്ല. അത് നമുക്ക് രണ്ടാമത്തെ മരുന്ന് കൊടുത്തപ്പോൾ തന്നെ അവള് ഹാർട്ട് തനിയെ ബീറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അത് പോയി. പിന്നെ വീണ്ടും 8 എണ്ണം നമ്മൾ ഒരു സമാധാനം കൊടുക്കാം, മാക്സിമം ശ്രമിക്കാം എന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു 1-1.5 ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞു. രജീഷ് സിക്ക് വിവരങ്ങൾ നൽകും. രജീഷ്, ചികിത്സാ പിഴവ് മൂലമാണ് കുഞ്ഞിന് ദാരുണാന്ത്യം ഉണ്ടായതെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. എന്തിനാണ് ഇഞ്ചക്ഷൻ നൽകിയത്? എന്ത് ഇഞ്ചക്ഷനാണ് നൽകിയത്? മറ്റു വിശദാംശങ്ങൾ എന്താണ് ബന്ധുക്കൾ പറയുന്നത്? കണ്ണിൽ വീക്കം വന്നതിനെ തുടർന്നാണ് 2.5 വയസ്സുകാരെ ആദ്യം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 19-ാം തീയതി ആര്യനാട് സർക്കാർ ആശുപത്രിയിൽ കാണിച്ചു. പിന്നീട് മാറാത്തിനെ തുടർന്ന് വീണ്ടും 23-ാം തീയതി മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പിന്നീട് ചികിത്സ തേടിയത്. അതായത് ആദ്യം കാണിച്ചു, പിന്നീട് കുറവില്ലാത്തതിനാൽ അന്ന് കാണിച്ച ഡോക്ടർ കുട്ടികളുടെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞിരുന്നു. അവിടെ നിന്നും ആദ്യം 19-ാം തീയതി ഈ ആര്യനാട് സർക്കാർ ആശുപത്രി കാണിക്കുന്നു. അതിൽ കുറവില്ലാത്തതിനാൽ പിന്നീട് 22-ാം തീയതി മറ്റൊരു ആശുപത്രിയിലേക്ക് കാണിച്ചു. ഒരു കാട്ടാക്കടയിലെ മമൽ എന്ന സ്വകാര്യ ആശുപത്രിയിലാണ് കാണിച്ചത്. അവിടെ നിന്നും മരുന്ന് നൽകി. പിന്നീട് തൊട്ടടുത്ത ദിവസം വീണ്ടും കുട്ടിക്ക് അസ്വസ്ഥത തുടങ്ങിയ സാഹചര്യത്തിൽ വീണ്ടും ആ ആശുപത്രി തന്നെ കാണിക്കുകയായിരുന്നു. അവിടെ എത്തി 2 ഇഞ്ചക്ഷനാണ് കുട്ടിക്ക് നൽകിയെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പിതാവ് പറയുന്നത്. ആദ്യ ഇഞ്ചക്ഷൻ നൽകിയ സമയം തന്നെ കുട്ടി കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയത്. പിന്നീട് രണ്ടാമത് അഡ്രിനാൽ ഇഞ്ചക്ഷനാണ് നൽകിയത്. എന്നിട്ട് വീണ്ടും കുട്ടിയുടെ സ്ഥിതി മോശമായതിനെ തുടർന്ന് നെയ്യാർ മെഡിസിറ്റി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ എത്തുമ്പോഴേക്ക് കുട്ടി മരിച്ചിരുന്നു എന്നാണ് ആശുപത്രി അധികൃതർ പറഞ്ഞതെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട കുട്ടിയുടെ പിതാവ് മൊഴി നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ആര്യനാട് പോലീസിനാണ് പരാതി നൽകിയിട്ടുള്ളത്. ഈ മമൽ ആശുപത്രി, കാട്ടാക്കടയിലെ മമൽ ആശുപത്രി അധികൃതർക്ക് ഈ ചികിത്സ ബന്ധപ്പെട്ട് തെറ്റുപറ്റി വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഈ പരാതി പറഞ്ഞിരിക്കുന്നത്. 2 ഇഞ്ചക്ഷൻ നൽകി. ആ 2 ഇഞ്ചക്ഷനോട് കൂടിയാണ് കുട്ടി തളർന്നു വന്നതെന്നാണ് പിതാവ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ നെയ്യാർ മെഡിസിറ്റിയിലാണ് കുട്ടിയുടെ മൃതദേഹമുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും മരണകാരണം എന്താണെന്ന് കൃത്യമായി അറിയാൻ കഴിയുള്ളൂ. ശരി.